ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള 6 ഡോട്ട്സ് എന്ന് പറയുന്ന ലെസണാണ്. ലെസൺ തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. ഹൗ ഡു വിഷ്വലി ചാലഞ്ച്ഡ് പീപ്പിൾ ലേൺ അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം? വിഷ്വലി ചാലഞ്ച്ഡ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് വൈകല്യമുള്ള ആളുകൾ അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ കണ്ണ് കാണാത്ത ആളുകൾ എങ്ങനെയാണ് അവർക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ് us read the inspiring story of ലൂയിസ് ബ്രെയ്ലി who changed the world of visually challenged people. ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രചോദിപ്പിക്കുന്ന. അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കാനുള്ള സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൂയിസ് ബ്രെയ്ലിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറി തന്നെയാണ്. who changed the world of visually challenged people. അദ്ദേഹം വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകളുടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ചൊരു സ്റ്റോറിയാണിത്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് സ്റ്റോറി വായിച്ച് മനസ്സിലാക്കാം. ഇനി നമുക്ക് ലെസണിലേക്ക് വരാം. മൈ ലൈഫ് ചേഞ്ച്ഡ് ദാറ്റ് ഡേ. ആ ഒരു ദിവസമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഏത് ദിവസമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ മാറി മറിഞ്ഞതെന്നൊക്കെ നമുക്ക് നോക്കാം. ഐ ഹാഡ് ബീൻ പ്ലേയിങ് വിത്ത് പാപ്പാസ് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, കൂർത്തിട്ടുള്ള ആ ഒരു ഉപകരണം, അതിനെയാണ് നമ്മൾ ഓൾ എന്ന് പറയുക. തോലുളി എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ പറയാം. അപ്പോൾ എന്താണ്, ഞാൻ പപ്പയുടെ ഓളും വെച്ചിട്ട് കളിക്കുകയായിരുന്നു. ഇറ്റ് പ്രൂവ്ഡ് ടു ഷാർപ്പ് ഫോർ മൈ ഐസ്. അപ്പം അത് എൻ്റെ കണ്ണുകൾക്ക് വളരെ ഷാർപ്പായിട്ട് അനുഭവപ്പെട്ടു. അതായത് കണ്ണിൽ കുത്തി, അത് നല്ല കൂർത്ത ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അത് കണ്ണിൽ കുത്തി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. യു ആർ ടു കെയർലെസ് ലൂയിസ്, പപ്പ ക്രൈഡ് ഇൻ ഡിസ്ട്രസ്. അപ്പോൾ പപ്പ പറയുകയാണ്, നീ വളരെ കെയർലെസ് ആണ്, നിനക്ക് ഒരു ശ്രദ്ധയുമില്ല. ഡിസ്ട്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരിതം അല്ലെങ്കിൽ വിപത്ത് എന്നൊക്കെ ഉള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ ആ ഒരു വിപത്തിൻ്റെ സമയത്ത് പപ്പ ഇങ്ങനെ സങ്കടം കൊണ്ട് കരഞ്ഞുകൊണ്ട് അവനോട് പറയുകയാണ്, നീ വളരെയധികം കെയർലെസ് ആണ്, നിനക്കൊരു ശ്രദ്ധയുമില്ല. അതുകൊണ്ടാണ് അവന് കണ്ണിൽ അത് കുത്തി കയറിയത് എന്നാണ് കേട്ടോ പറയുന്നത്. എ ഹീലർ ബാൻഡേജ്ഡ് മൈ ഐ. ഹീലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യൻ. അപ്പം അവൻ്റെ കണ്ണിന് ബാൻഡേജൊക്കെ ഒട്ടിച്ചു കൊടുത്തു, മരുന്നൊക്കെ വെച്ച് ബാൻഡേജൊക്കെ വെച്ച് കൊടുത്തു. ബട്ട് ദ ബാൻഡേജ് ഇറ്റ്സ്ഡ് സോ മച്ച്. ഇച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലാണ്. അപ്പോൾ ആ ബാൻഡേജിൻ്റെ ഉള്ളിൽ നിന്ന് അവനിങ്ങനെ ആ ഒരു മുറിവ് പറ്റിയ സ്ഥലത്ത് വളരെയധികം ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. മൈ ഹാൻഡ്സ് ലൈക്ക് ദ സ്പാരോസ് ഇൻ ദ ട്രീസ്. അവൻ്റെ കൈകളെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് അവൻ്റെ കൈകൾ എന്നാണ് പറയുന്നത്? ലൈക്ക് ദ സ്പാരോസ് ഇൻ ദ ട്രീസ്. മരത്തിന് മുകളിലുള്ള സ്പാരോസിനെ പോലെ. സ്പാരോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുരുവികളാണ് അല്ലേ. വേർ സ്മോൾ ആൻഡ് ക്യുക്ക്. കുരുവികൾ എങ്ങനെയാണ്? സ്മോളാണ്, കുഞ്ഞതാണ് അല്ലേ. അതേപോലെ ക്യുക്കുമാണ്, സ്പീഡിൽ പോവുകയും ചെയ്യും. അതേപോലെയാണ് അവൻ്റെ കൈകളും, സ്മോളുമാണ് അതേപോലെ ക്യുക്കുമാണെന്നാണ് പറയുന്നത്. ഐ കുഡിൻ കീപ് ദം എവേ. അപ്പം എന്തുകൊണ്ടാണ് കൈകളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ്റെ കൈകൾ ആ ഒരു മുറിവ് പറ്റിയ ഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്, അവന് ചൊറിച്ചിലുണ്ടല്ലേ, അപ്പോൾ അവനോട് ചൊറിഞ്ഞു കാണും. ഐ ഡിഡൻറ്റ് മീൻ ടു മേക്ക് തിങ്സ് വേഴ്സ് ബട്ട് ഐ ഡിഡ്. വേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാകുക. അപ്പം എന്താണ്, കാര്യങ്ങൾ കൂടുതൽ മോശമാക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരിക്കലും ചെയ്തതല്ല, ബട്ട് ഐ ഡിഡ്. പക്ഷേ ഞാൻ ചെയ്തു പോയി എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, നമുക്കൊരു മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും അല്ലേ, മുറിവിൻ്റെ ആഴവും അതിൻ്റെ വ്യാപ്തിയൊക്കെ അനുസരിച്ച്. അപ്പോൾ ഇവിടെ കണ്ണിനാണ് മുറിവ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ് കണ്ണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ വളരെയധികം കെയർ കൊടുത്ത് അത് പരിചരിക്കണം. അപ്പോൾ അവനവിടെ പോയി ചൊറിഞ്ഞതുകൊണ്ട് മാന്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടീഷൻ എന്താണ്, കൂടുതൽ വേഴ്സ്റ്റായി, അതായത് മോശമായിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും അവൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല എന്നാണ് പറയുന്നത്. ദ ഇൻഫെക്ഷൻ സ്പ്രെഡ് ടു മൈ അതർ ഐ അണ്ടിൽ ഐ കുഡ് സീ നത്തിങ് അറ്റ് ഓൾ. അപ്പം ഇൻഫെക്ഷൻ എന്താണ്, അവൻ്റെ മറ്റേ കണ്ണിലേക്കും പകർന്നു. അങ്ങനെ അവന് അവസാനം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. നോ ട്രീസ് ഓർ സ്പാരോസ്, നോ ഫേസസ്, നോ ലോവ്സ് ഓഫ് ബ്രെഡ്. അപ്പോൾ എന്താണ്, മരങ്ങളോ സ്പാരോസ് കുരുവികളെയോ ആളുകളുടെ മുഖങ്ങളോ, ബ്രെഡ് മീൻസ് ഇവിടെ ആഹാരമാണ്, ഇതൊന്നും തന്നെ അവന് കാണാൻ കഴിയുന്നുണ്ടായില്ല. ബൈ ദ ടൈം ഐ ടേൺ 5 ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്. എനിക്ക് 5 വയസ്സായപ്പോഴേക്കും ഞാൻ പൂർണ്ണമായിട്ടും അന്ധനായിട്ട് മാറി, കണ്ണ് കാണാത്തവനായിട്ട് മാറി എന്നാണ് പറയുന്നത്. മൈ വേൾഡ് വാസ് ഡാർക്ക് ആൻഡ് ഡേഞ്ചറസ്. എൻ്റെ ലോകം ഇരുട്ട് നിറഞ്ഞതും ഭയാനകവുമായിട്ട് മാറി. ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഭയാനകം. ഐ സ്റ്റംബിൾഡ് അബൌട്ട് ദ ഹൗസ് ബാങ്ങിങ് ഇൻ ടു ദ ചെയേഴ്സ്, ദ വാൾസ്, ദ ഡോർ.
അപ്പോൾ എന്താണ് സ്റ്റംബിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസ്റ്റഡി ആയിട്ട് നടക്കുക, അതായത് കണ്ണ് കാണാത്ത ആളുകൾ നടക്കുന്നത് കാണാറില്ലേ, തപ്പിത്തടഞ്ഞ് അങ്ങനെയല്ലേ നടക്കുക, അതേപോലെയാണ് അവൻ വീടിനുള്ളിൽ നടക്കുന്നത്. ബാങ്ങിങ് ഇൻ ടു ദ ചെയേഴ്സ്, ദ വാൾസ്, പിന്നെന്താണ് ദ ഡോർ. അപ്പോൾ അവൻ എന്താണ് വീട്ടിനുള്ളിലെ ചെയറിലും അതേപോലെ വാളിലും ഡോറിലും ഒക്കെ പോയി തട്ടിമുട്ടി അങ്ങനെയാണ് നടക്കുന്നത്. മൈ ബോഡി ഏക്ഡ്, അങ്ങനെ തട്ടിമുട്ടി നടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അവൻ്റെ ശരീരം വേദനിച്ചു. വേർ ഇസ് ദ സൺ, ഐ ക്രൈഡ്, എവിടെയാണ് സൂര്യൻ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ കരയാണ്. കാരണം അവനൊന്നും കാണാൻ പറ്റുന്നില്ല, വെളിച്ചമില്ല. അപ്പം എവിടെയാണ് സൂര്യൻ എന്ന് ചോദിച്ച് അവൻ കരയാണ്. ബട്ട് ദ സൺ ഡിഡ് നോട്ട് കം, പക്ഷേ സൂര്യൻ വന്നില്ല. അവൻ്റെ എന്താണ് അവന് കാഴ്ച കൊടുക്കാനായിട്ട്, അവന് വെളിച്ചം നൽകാനായിട്ട് സൂര്യൻ വന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അവന് കണ്ണ് കാണില്ല, അവൻ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐ സാറ്റ് ബൈ ദ വിൻഡോ ട്രെയിനിങ് മൈ ഇയേഴ്സ് ടു ഡു വാട്ട് മൈ ഐസ് കുഡ് നോട്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, ഐ സാറ്റ് ബൈ ദ വിൻഡോൻ്റെ അടുത്തായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ കാതുകളെ അവൻ ട്രെയിൻ ചെയ്യുകയാണ്. അവൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യം കാതുകൾ കൊണ്ട് കേട്ട് അവൻ മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ശ്രമിക്കുന്നു. ക്ലാങ് ബാങ് കിഷ് കിഷ്, ദാറ്റ് വാസ് പപ്പ ഇൻ ഹിസ് ഷോപ്പ്. അപ്പം ഈ ക്ലാങ് ബാങ് കിഷ് കിഷ് എന്നൊക്കെ ഉള്ളത് പപ്പ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ശബ്ദമാണ്. സ്വൂഷ് സ്വിഷ് സ്വൂഷ് സ്വിഷ്, ലോങ് സ്കേർട്ടഡ് ലേഡീസ് ഹറിയിങ് ടു മാർക്കറ്റ്. പിന്നെ എന്താണ് ലോങ് സ്കേർട്ടഡ് ലേഡീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് നല്ല നീളമുള്ള പാവാട ധരിച്ചിട്ടുള്ള സ്ത്രീകൾ മാർക്കറ്റിലേക്ക് ഹറി ചെയ്ത് പോവുകയാണ്, സ്പീഡിൽ പോകുന്നതിൻ്റെ ശബ്ദമാണ് ഇവിടെ സ്വൂഷ് സ്വിഷ് സ്വൂഷ് സ്വിഷ് എന്ന് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ അവൻ കാതുകൊണ്ട് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ക്ലാം 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 സ്റ്റോം, സോൾജിയേഴ്സ് മാർച്ചിങ് ഡൗൺ ദ സ്ട്രീറ്റ്. ആ ഒരു തെരുവിൽ സോൾജിയേഴ്സ് പട്ടാളക്കാർ മാർച്ച് ചെയ്ത് പോകുന്നതിൻ്റെ ശബ്ദവും അവൻ കേൾക്കുന്നുണ്ട്. അതാണ് ക്ലാം 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 സ്റ്റോം എന്ന് പറയുന്നത്. ഗർ ഗർ റഫ് റഫ് ഗർ, ഇത് എന്താണ് ദ നെയ്ബേഴ്സ് ആംഗ്രി ഡോഗ് ചെയിൻഡ് ടു ടൈറ്റ്. അവരുടെ നെയ്ബറിൻ്റെ ഡോഗിനെ ഒരു ചെയിൻ വെച്ചിട്ട് വളരെയധികം ടൈറ്റായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ ദേഷ്യത്തിലുള്ള ആ ഒരു ശബ്ദമാണ് ഇവിടെ പറയുന്നത് കേട്ടോ, ആ ഒരു നായയുടെ. മൈ ഫാമിലി ഡിഡ് വാട്ട് ദേ കുഡ്, അതായത് അവൻ്റെ ഫാമിലിക്ക് അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പാപ്പ മെയ്ഡ് എ വുഡൻ കെയിൻ, പാപ്പ അവന് ഒരു വുഡൻ കെയിൻ, അതായത് അവൻ്റെ കയ്യിൽ കാണുന്ന ഒരു വടി, ചുരൽ വടി അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. ഈച്ച് ഡേ ഐ വോക്ക്ഡ് എ ലിറ്റിൽ, ഓരോ ദിവസവും ഞാൻ കുറച്ച് നടക്കും. ടാപ്പ് 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 ടാപ്പ്, കണ്ടിന്യൂയിങ് ദ സ്റ്റെപ്സ് ബിറ്റ്വീൻ ദ ഹൗസ് ആൻഡ് ദ ഗാർഡൻ. അവൻ്റെ കാലടികൾ ഇങ്ങനെ അവൻ കൗണ്ട് ചെയ്യുകയാണ്, ബിറ്റ്വീൻ ദ ഹൗസ് ആൻഡ് ദ ഗാർഡൻ. പിന്നെ എന്താണ് വൈൻയാർഡ് ആൻഡ് ദ ചിക്കൻ കൂപ്പ്, കോഴിക്കോടിൻ്റെ അടുത്ത് അവിടെയൊക്കെ അവൻ പോകുന്നുണ്ട്, പണ്ട് പോയ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്കുള്ള കാലടികളൊക്കെ അവൻ കൗണ്ട് ചെയ്യുന്നുണ്ട്. ദ ബേക്കേഴ്സ് ആൻഡ് ദ മില്ലേഴ്സ്, ബേക്കേഴ്സിൻ്റെ മില്ലേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോകുന്നുണ്ട്. ആൻഡ് ബാക്ക് ടു പപ്പാസ് ഷോപ്പ്, എന്നിട്ട് തിരിച്ച് എന്താണ് പപ്പയുടെ ഷോപ്പിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അവൻ സ്വയം നടക്കാൻ പഠിക്കുകയാണ് ആ ഒരു വടിയുടെ സഹായത്തോടു കൂടി. അപ്പോൾ എത്ര കാലടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തെത്തും, ഗാർഡനിലെത്തും, ചിക്കൻ കൂപ്പിലെത്തും എന്നൊക്കെ അവൻ ഇങ്ങനെ പഠിക്കുകയാണ്. മൈ ബ്രദർ ടോട്ട് മീ ടു വിസിൽ, എൻ്റെ ബ്രദർ എന്നെ വിസിൽ അടിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. എന്തിനാ നോക്കാം. ആൻഡ് വെൻ ദ സൗണ്ട് എക്കോഡ് ബാക്ക് ഇറ്റ് വാണ്ട് മീ ഓഫ് തിങ്സ് ഇൻ മൈ പാത്ത്. അപ്പം വിസിൽ അടിക്കുന്ന സമയത്ത് ആ ശബ്ദം പോയി മുന്നിലുള്ള വസ്തുവിൽ തട്ടി തിരിച്ചു വരികയാണെങ്കിൽ മുന്നിൽ എന്തോ ഒരു വസ്തു ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം പോയി തട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം പോയി മുന്നിൽ വസ്തു ഉണ്ടെങ്കിൽ അതിൽ തട്ടി തിരിച്ചു വരും. അപ്പോൾ എത്രമാത്രം ദൂരം നടക്കാം എന്നുള്ളത് അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ബ്രദർ വിസിലടിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തത്. മൈ സിസ്റ്റേഴ്സ് മെയ്ഡ് എ സ്ട്രോ ആൽഫബറ്റ് ഫീൽ ആൻഡ് റീഡ്. എൻ്റെ സിസ്റ്റേഴ്സ് എനിക്ക് സ്ട്രോ വെച്ചിട്ട് ആൽഫബറ്റ് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇവിടെ പിക്ചറിൽ കാണാൻ പറ്റുന്നില്ലേ, സ്ട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്കോലാണ്. അപ്പോൾ വൈക്കോൽ വെച്ചിട്ട് ഇങ്ങനെ ആൽഫബറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവന് കൈകൊണ്ട് തൊട്ടിട്ട് ഫീൽ ചെയ്തിട്ട് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്ട്രോ വെച്ചിട്ട് ആൽഫബറ്റ് അവൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. Papa made letters of the alphabet for me with leather strips or by pounding round-topped nails into ബോർഡ്സ്. അപ്പം പപ്പ അവന് വേണ്ടിയിട്ട് എന്താണ് ലെതറൊക്കെ വെച്ചിട്ട് ആൽഫബറ്റ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പിന്നെ എന്താണ് ബോർഡിൽ ആണിയൊക്കെ അടിച്ച് അങ്ങനെ ആൽഫബറ്റ്സ് തൊട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വിത്ത് മാമൻ ഐ പ്ലേ ഡൊമിനോസ് കൗണ്ടിങ് ദ ഡോട്ട്സ് വിത്ത് മൈ ഫിംഗർ ടിപ്സ്. അപ്പം മാമൻ്റെ കൂടെ എന്താണ് പ്ലേ ചെയ്തത്, ഡൊമിനോസ് ആണ്. ഡൊമിനോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെക്ടാങ്കുലർ ടൈൽ ആണ്, ഒരു കട്ടയാണ്, അതിന് മുകളിലായിട്ട് ഡോട്ട്സ് ഉണ്ടാവും. അപ്പം അവൻ എന്താണ് കൗണ്ടിങ് ദ ഡോട്ട്സ് വിത്ത് മൈ ഫിംഗർ ടിപ്സ്, അവൻ്റെ ഫിംഗർ ടിപ്സ് വിരലിൻ്റെ അറ്റം കൊണ്ട് ആ ഡോട്ട്സ് കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഗെയിം മാമൻ്റെ കൂടെ കളിച്ചത് കേട്ടോ. എല്ലാം പഠിക്കുകയാണ്.
The village priest taught me to recognize trees by their touch, flowers by their scent and birds by their song. അപ്പം അവിടെയുള്ള വില്ലേജ് പ്രീസ്റ്റ് പള്ളിയിലച്ഛൻ അവനെ പഠിപ്പിക്കുകയാണ് മരങ്ങളെ തൊട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് മരം, ഇത് ഇന്ന മരമാണെന്ന് കൈകൊണ്ട് തൊട്ട് ഫീൽ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവനെ ആര് പഠിപ്പിക്കുകയാണ്? വില്ലേജ് പ്രീസ്റ്റ്, പുരോഹിതൻ. ഫ്ലവേഴ്സ് ബൈ ദെയർ സെൻറ്റ്, പൂക്കളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിൻ്റെ മണം അല്ലേ? ഓരോ പൂക്കൾക്കും ഓരോ മണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഫ്രാഗ്രൻസിനനുസരിച്ച് ഓരോ പൂക്കളെയും മനസ്സിലാക്കാൻ പുരോഹിതൻ പഠിപ്പിക്കുകയാണ്. ആൻഡ് ബേർഡ്സ് ബൈ ദെയർ സോങ്, പിന്നെ എന്താണ് കിളികളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിൻ്റെ സോങ്, അതായത് അതിൻ്റെ ശബ്ദം വെച്ചിട്ട് എന്താണ് ബേർഡ്സിനെ മനസ്സിലാക്കാനും ആര് പഠിപ്പിക്കുകയാണ്? വില്ലേജ് പ്രീസ്റ്റ്. ഡു യു ഹാവ് ബുക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ? ഐ ആസ്ക്ഡ് ഹിം. അപ്പം ആ ഒരു വില്ലേജ് പ്രീസ്റ്റിനോട് അവൻ ചോദിക്കുകയാണ്, അങ്ങയുടെ കയ്യിൽ എന്താണ് കണ്ണ് കാണാത്ത കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ള പുസ്തകമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നോ ലൂയിസ്, ദ പ്രീസ്റ്റ് റിപ്ലൈഡ്, ഐ എം സോറി. അപ്പോൾ പ്രീസ്റ്റ് മറുപടി പറയാണ്, ഇല്ല എൻ്റെ കയ്യിലില്ല, ഐ എം സോറി എന്ന്. ഓക്കെ. വെൻ ഐ വാസ് ഓൾഡർ ഐ വെൻറ്റ് ടു സ്കൂൾ വിത്ത് ദ അതർ വില്ലേജ് ചിൽഡ്രൻ. അപ്പോൾ അവന് കുറച്ച് പ്രായമായപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ വില്ലേജിലുള്ള ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ സ്കൂളിലേക്ക് പോയി. ഓൾ ഡേ ദേ റോട്ട് ഡൗൺ വേർഡ്സ് ആൻഡ് നമ്പേഴ്സ് ഓർ റീഡ് അലൗഡ് ഫ്രം പ്രിൻറ്റഡ് പേജസ്. എല്ലാ ദിവസവും എന്താണ് ഈ വില്ലേജിലുള്ള ബാക്കിയുള്ള കുട്ടികളൊക്കെ വേർഡ്സും നമ്പേഴ്സും ഒക്കെ എഴുതുകയും അതേപോലെ പ്രിൻറ്റഡ് പേജസിൽ നോക്കി, അതായത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കി ഉച്ചത്തിൽ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഐ സാറ്റ് ഇൻ ദ ഫ്രണ്ട് റോ ലിസണിങ് ആൻഡ് മെമ്മറൈസിങ്. അവനെന്താണ് ഒരു ഫ്രണ്ട് റോയിൽ തന്നെ ഇരുന്നു, മുന്നിലുള്ള ബെഞ്ചിൽ തന്നെ ഇരുന്നു. എന്നിട്ട് ലിസണിങ് ആൻഡ് മെമ്മറൈസിങ്, കാര്യങ്ങൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഓർമ്മിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത് പഠിക്കുകയാണ്. ഡു യു ഹാവ് ബുക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ? ഐ ആസ്ക്ഡ് മൈ ടീച്ചർ. അപ്പോൾ ടീച്ചറോടും അവൻ ചോദിക്കുകയാണ്, പ്രീസ്റ്റിനോട് ചോദിച്ച പോലെ ടീച്ചറിനോട് ചോദിക്കുകയാണ്, ടീച്ചറുടെ കയ്യിൽ എന്താണ് കണ്ണ് കാണാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ പുസ്തകമുണ്ടോ എന്ന്. ഇങ്ങനെ തൊട്ട് വായിച്ച് പഠിക്കില്ലേ, അത്തരത്തിലുള്ള ബുക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നോ ലൂയിസ്, ദ ടീച്ചർ റിപ്ലൈഡ്. അപ്പോൾ ടീച്ചറുടെയും മറുപടി എന്താണ്? ഇല്ല എന്ന് തന്നെയാണ്. ഐ എം സോറി. അപ്പോൾ ടീച്ചറും സോറി പറയാണ് അവനോട്. But I didn't want people to feel sorry for me. I just wanted to read and write on my own like everyone else. അപ്പം അവൻ എന്താണ് ആളുകൾ അവനോട് സോറി പറയുന്നതോ അല്ലെങ്കിൽ അവനോട് സഹതാപം കാണിക്കുന്നതോ ഒന്നും അല്ല അവൻ ആവശ്യം. അവൻ എന്താണ് വേണ്ടത്? ഐ ജസ്റ്റ് വാണ്ടഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ഓൺ മൈ ഓൺ. സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും കഴിയണം, ലൈക്ക് എവ്രി വൺ എൽസ്, ബാക്കിയുള്ള എല്ലാവരെയും പോലെ എന്നാണ് പറയുന്നത്. അതാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം സെക്കൻഡ് പാർട്ടായിട്ട് നമ്മളുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.